ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മലയാള ടെലിവിഷനിലെ ഏറ്റവും വലിയ ജനകീയ പ്രതികരണ വാർത്താ മണിക്കൂർ ആരംഭിക്കുകയാണ്. അടുത്ത ഒരു മണിക്കൂർ നമ്മൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളുമായി ഒന്നിച്ചു മുന്നേറുന്ന ഒരു പരിപാടിയായിരിക്കും കാണുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ആശങ്കകൾ അറിയിക്കാനും അതുപോലെ നിങ്ങളുടെ ആവലാതികൾ പറയാനും അതുപോലെ നിങ്ങളുടെ പ്രതികരണങ്ങൾ എന്നെ അറിയിക്കാനും ഒക്കെ ആയിട്ട് ചില വാട്സപ്പ് നമ്പറുകളും അതുപോലെ ലാൻഡ് ലൈൻ നമ്പറും ഉണ്ട്. ആ നമ്പർ സ്ക്രീനിൽ ഇപ്പോൾ ഞാൻ പതിവ് പോലെ കാണിച്ചു തരുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പിൽ ദൃശ്യങ്ങളും വാർത്തകളും അയക്കാം. 6235968937. അതുപോലെ ഒരു ലാൻഡ് ലൈൻ നമ്പറുണ്ട്, പ്രൊഡക്ഷൻ കൺട്രോൾ റൂമിൻ്റെ നമ്പറാണ്. അതുവഴി ഞാനുമായി ബന്ധപ്പെടാൻ കഴിയും. 048428305110. ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ച് നിങ്ങളുടെ പ്രതികരണങ്ങൾ രേഖപ്പെടുത്താം. നിങ്ങളുടെ ഇടപെടലുകൾ ഈ പരിപാടിയിൽ തീർച്ചയായിട്ടും ആവശ്യമാണ്. അതുപോലെ 24ൻ്റെ വാർത്താ ചാനൽ യൂട്യൂബിൽ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ പോയി നിങ്ങളുടെ കമൻറ്റുകൾ അവിടെ കുറിക്കാം. അതുവഴി നിങ്ങൾക്ക് ഞാനുമായി ബന്ധപ്പെടാം. അപ്പോൾ സന്ദേശങ്ങളും വിളികളും പ്രതികരണങ്ങളും ദൃശ്യങ്ങളും ഒക്കെ ആയിട്ട് ജനങ്ങളുടെ നേരിട്ടുള്ള ഇടപെടലുമായി ജനകീയ വാർത്താ മണിക്കൂർ തുടങ്ങുന്നു. പൊതുജനം കഴുതയല്ല സാർ. അടുത്ത ആദ്യത്തെ വാർത്തയിലേക്ക് നമ്മൾ കടക്കുന്നു. ഇന്നത്തെ വാർത്താപ്പകൽ ചർച്ച ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മളിനി പോകുന്നത്. കണ്ണൂർ പാനൂർ വിഷ്ണുപ്രിയ വധക്കേസിൽ പ്രതി ശ്യാംജിത്തിന് ജീവപര്യന്തം തടവ് ശിക്ഷ. വീട്ടിൽ അതിക്രമിച്ച് കയറിയതിന് 10 കൊല്ലം തടവും അനുഭവിക്കണം. 2.25 ലക്ഷം രൂപ പിഴയൊടുക്കണമെന്നും തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വിധിച്ചു. പ്രണയ പകയെ തുടർന്ന് 2022 ഒക്ടോബർ 22 നാടിനെ നടുക്കിയ കൊലപാതകം അരങ്ങേറിയത്. വിധിയിൽ സന്തോഷമെന്ന് വിഷ്ണുപ്രിയയുടെ സഹോദരി നിറകണ്ണുകളോടെ പറഞ്ഞു. ജീവപര്യന്തം കിട്ടിയത് സന്തോഷം. ഇനിയൊന്ന് തിരിച്ചു വന്ന് കാണാനാവില്ലായിരുന്നു എന്നുള്ള വിഷമം മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും പറയാനില്ല. എല്ലാവരും നല്ലോണം ചെയ്തിന്. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. വളരെ നാടിന് നടുക്കിയ ഒരു കൊലപാതകമായിരുന്നു നടന്നത്. എന്തായാലും പ്രതിക്ക് ജീവപര്യന്തം തടവ് കിട്ടി എന്നുള്ളത് ആശ്വാസകരമായ വാർത്തയാണ്. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. സജോ, എന്തൊക്കെയാണ് വിവരങ്ങൾ? SKN 2 കുറ്റങ്ങളാണ് ഈ നിഷ്ഠൂര കൊലയിൽ പ്രതി മാനന്തേരി സ്വദേശി ശ്യാംജിത്തിനെതിരെ തെളിഞ്ഞത്. 1 കൊലക്കുറ്റം, 2 വീടിനകത്ത് അതിക്രമിച്ച് കയറി കുറ്റകൃത്യം ചെയ്യൽ എന്നത്. അതിൽ കൊലക്കുറ്റത്തിന് ജീവപര്യന്തം കഠിന തടവാണ് ശിക്ഷ. ഒപ്പം വീടിനകത്ത് അതിക്രമിച്ച് കയറൽ IPC 449 ആ വകുപ്പിന് 10 വർഷം തടവ് എന്നതാണ് ശിക്ഷ. 2 ശിക്ഷയും ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയാകും എന്നതാണ് കോടതിയുടെ ഉത്തരവ്. ഒപ്പം ഈ 2 കുറ്റങ്ങളിലുമായി 2.25 ലക്ഷം രൂപ പിഴയും ശിക്ഷ ഒടുക്കണം. ഈ കേസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം, നേരിട്ട് ദൃക്സാക്ഷികളില്ലാത്ത ഒരു കേസാണ്. അതായത് കുറ്റകൃത്യം വീട്ടിനകത്ത് അതിക്രമിച്ച് കയറി ചുറ്റുക കൊണ്ട് തലക്കടിച്ച് വീഴ്ത്തി അത് നിഷ്ഠൂരമായി കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. വിഷ്ണുപ്രിയ കൊല്ലപ്പെടുമ്പോൾ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. കുടുംബാംഗങ്ങളൊക്കെ സമീപത്തെ വീട്ടിലൊരു മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു. കുറ്റകൃത്യം നടത്തി പ്രതി രക്ഷപ്പെട്ടു പോയി. അതിനുശേഷമുള്ള ദൃശ്യങ്ങളും ദൃക്സാക്ഷികളുമാണുള്ളത്. അതേസമയം കൊലയാളി കുറ്റകൃത്യത്തിനായി എത്തുന്നത് വിഷ്ണുപ്രിയയുമായി ആ ഘട്ടത്തിൽ വീഡിയോ കോളിൽ സംസാരിക്കുക എന്ന സുഹൃത്ത് മാത്രമാണ് കണ്ടത്. നേരിട്ട് ദൃക്സാക്ഷി ഇല്ല എന്നതൊരു കേസിലെ പ്രധാനപ്പെട്ട വെല്ലുവിളിയായിരുന്നു. പക്ഷേ പ്രോസിക്യൂഷൻ പ്രധാനമായും ശാസ്ത്രീയ തെളിവുകളെയും സാഹചര്യ തെളിവുകളെയും ഈ വീഡിയോ കോളിലൂടെ കണ്ട ദൃക്സാക്ഷിയുടെ മൊഴിയെയുമാണ് ആശ്രയിച്ചത്. അതിൽ തന്നെ പ്രോസിക്യൂഷന് കൃത്യമായി തന്നെ ഈ ചാർജുകൾ ഫ്രെയിം ചെയ്യാനും വിജയകരമായി കുറ്റപത്രവും വിചാരണയും ഒക്കെ നടത്താനും കഴിഞ്ഞു. വിചാരണ വേളയിൽ സാക്ഷികളെയും തെളിവുകളെയും ഒക്കെ കൃത്യമായി ഹാജരാക്കാനും കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നാടിനെ ആകെ നടുക്കിയ ഒരു കൊലയാണ്. പ്രണയം തകർന്നു അല്ലെങ്കിൽ പ്രണയ പകയാണ് ഇത്തരമൊരു നിഷ്ഠൂരമായ കൊല ഒറ്റയ്ക്ക് ആസൂത്രണം ചെയ്ത് നടപ്പാക്കാൻ പ്രതിയെ പ്രേരിപ്പിച്ചത്. കുറ്റകൃത്യം ചെയ്ത സമയത്തും വിചാരണ വേളയിലും ഒടുവിൽ ഈ ശിക്ഷ വിധിക്കുന്ന വേളയിലും ഏതെങ്കിലും തരത്തിൽ കുറ്റബോധം പ്രകടിപ്പിക്കാതെയാണ് പ്രതി ഉണ്ടായിരുന്നത് എന്ന കാര്യം കൂടി കാണണം. അതിൽ ഈ സാഹചര്യങ്ങളെല്ലാം പരിഗണിച്ചാണ് ജീവപര്യന്തം തടവ് ശിക്ഷയിലേക്കും പിഴയിലേക്കും കാര്യങ്ങൾ പോയത്. അതേസമയം പരമാവധി ശിക്ഷ എന്ന വാദമായിരുന്നു പ്രോസിക്യൂഷൻ മുന്നോട്ട് വച്ചത്. പ്രോസിക്യൂട്ടർ K. അജിത് കുമാറും ഒപ്പം കുടുംബാംഗങ്ങളും പറഞ്ഞത് തൃപ്തികരമായ വിധി എന്ന നിലയ്ക്ക് തന്നെയാണ് അവർ ഇതിനെ കാണുന്നത്. ഏറ്റവും പരമാവധി ശിക്ഷ എന്നത് അത്യപൂർവമായ കേസ് എന്ന നിലയിലേക്ക് പോകണം. അത്തരം സാഹചര്യങ്ങൾ, ഗ്രൗണ്ടുകൾ സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശപ്രകാരം എല്ലാ കേസുകൾക്കും എപ്പോഴും ബാധകമാകണമെന്നില്ല. അതുകൊണ്ട് ഈ കേസിനെ
സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച നിലയ്ക്ക് തന്നെ കുറ്റപത്രം സമർപ്പിക്കാനും, അതായത് 35 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചു. പ്രതിയെ കുറ്റകൃത്യം നടന്ന മണിക്കൂറുകൾക്കകം അറസ്റ്റ് ചെയ്തു. 35 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചു. 15 മാസത്തിനകം വിചാരണയും പൂർത്തിയായി എന്ന പ്രത്യേകത കൂടി ഈ കേസിലുണ്ട്. തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജ് AV മൃദുലയാണ് കേസിൽ വിധി പറഞ്ഞത്. ഈ കേസ് ഏതായാലും നാടാകെ ശ്രദ്ധിച്ചതാണ്. പ്രണയ പക എന്നത് ധാരാളം സംഭവങ്ങളുണ്ട്. അതിൽ പെൺകുട്ടികളുടെ സ്വയം നിർണയാവകാശത്തിനുള്ള അവകാശം കൂടി ഉറപ്പാക്കേണ്ട ഒരു വിധി എന്ന നിലയ്ക്ക് കൂടി ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നാണ്. സജോ ദേവസിയാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷ കിട്ടി എന്നുള്ളത് ആശ്വാസകരമായ കാര്യം തന്നെയാണ്. അരും കൊലയാണ് അവിടെ അരങ്ങേറിയത്. രാജേഷ് കുമാർ പറയുന്നു, ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ മാപ്പറകൾക്ക് കൊയ്ത്ത് കാലമായിരിക്കും. എല്ലാ ദിവസവും തമ്മിലടി വാർത്തകൾ കേൾക്കാം. നല്ല പ്രതിസന്ധി ഉണ്ടാകും. നമുക്കറിയില്ല കേട്ടോ. ജീവിത ചെലവിനായി കടലിനോട് പടവെട്ടുന്നവരാണ് മത്സ്യത്തൊഴിലാളികൾ. നമുക്കറിയാം, കടുത്ത ചൂടിനിടയിലും എന്തെങ്കിലുമൊക്കെ വലയിൽ തടയുമെന്ന ഒറ്റ പ്രതീക്ഷയിൽ പൊന്നാനിയിൽ നിന്നും നടുക്കടലിൽ പോയ മത്സ്യബന്ധന ബോട്ട് അപകടത്തിൽപ്പെട്ട് ജീവൻ നഷ്ടമായത് 2 പേർക്ക്. അബ്ദുൽ സലാമിൻ്റെയും ഗഫൂറിൻ്റെയും ജീവിതത്തിലേക്ക് കപ്പലിൻ്റെ രൂപത്തിലാണ് കാലൻ കടന്നു കയറിയത്. ശനിയാഴ്ച പുലർച്ചെയാണ് 6 പേരടങ്ങുന്ന സംഘം പൊന്നാനിയിൽ നിന്നും ഇസ്ലാഹ് എന്ന ബോട്ടിൽ കടലിലേക്ക് പോകുന്നത്. തുടർന്ന് ഇന്ന് പുലർച്ചെ 1:30 കൂടി ബോട്ടിൽ കപ്പൽ വന്നിടിച്ചു. ബോട്ട് 2ആയി പിളർന്നു. ശനിയാഴ്ച പുലർച്ചെയാണ് 6 പേരടങ്ങുന്ന സംഘം ഇസ്ലാഹ് എന്ന ബോട്ടിൽ പൊന്നാനിയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയത്. ഇന്ന് പുലർച്ചെ 1:30 സാഗർ യുവരാജ് എന്ന കപ്പൽ ബോട്ടിലിടിച്ചു. 2ആയി പിളർന്നു. കപ്പൽ വരുന്ന ഞങ്ങൾ കണ്ടിട്ടുണ്ട്. കപ്പൽ വരുന്ന പൊതുവെ കപ്പലിക്കാർ വരാത്തൊരു ഇതാണത്. അവിടുന്ന് കപ്പൽ വരുന്നപ്പോൾ ഞങ്ങൾ ലൈറ്റും ചാർജൊക്കെ അടിച്ചു കൊടുത്തവർക്ക്. പക്ഷെ അവർക്ക് കണ്ടെന്ന് അറിയില്ല. അത് കരുകൊണ്ട് ഒതുങ്ങുമെന്ന് പറഞ്ഞു. അങ്ങനെ എണീച്ചിട്ട് കരക്ക് ഒതുക്കിയതാണ്. ഒതുക്കുമ്പോഴത്തേന് ഇത് ഞങ്ങളപ്പോൾ ഒരു പറയണ കപ്പൽ വരുന്ന പറഞ്ഞിട്ട് ഞങ്ങൾ എണീക്കലും വന്നിടിക്കലും കഴിഞ്ഞ് ഭയങ്കര വരുത്താൻ വന്നത്. വന്നിടിച്ചെടുക്കുന്ന ചെതറിപ്പോയി. ബോട്ട് 2 പൊടിയായി പോയി. പൊന്നാനിയിൽ നിന്ന് 38 നോട്ടിക്കൽ മൈൽ അകലെ ഇന്ന് പുലർച്ചെ 1:30 അപകടം. ബോട്ട് 2ആയി പിളർത്തി കപ്പൽ മുന്നോട്ട് പോയി. നീന്തി അവശനിലയിലായ മത്സ്യത്തൊഴിലാളികളുടെ ശബ്ദം 200 മീറ്റർ അകലെ നിന്ന് കപ്പൽ ജീവനക്കാരൻ കേട്ടു. 6 പേരിൽ 4 പേരെ കപ്പൽ ജീവനക്കാർ രക്ഷപ്പെടുത്തി. മത്സ്യത്തൊഴിലാളികൾ, നേവി, കോസ്റ്റ് ഗാർഡ് എന്നിവരുടെ നേതൃത്വത്തിൽ മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിൽ കാണാതായ 2 പേരുടെ മൃതദേഹം കണ്ടെത്തി. സ്രാങ്ക്, അബ്ദുൽ സലാം, ഗഫൂർ എന്നിവർക്ക് ജീവൻ നഷ്ടമായി. ബോട്ടിലൊരു പൊളിയോടെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് ഡൗട്ട് കാരണം അത് കെട്ടിവലിച്ച് നിർത്തിയപ്പോ അണിയത്തെ കള്ളിയിൽ ആള് കിടക്കുന്നുണ്ട്. റോപ്പൊക്കെ ചുറ്റി കിടക്കായിരുന്നു. അപ്പൊ കണ്ടപ്പോ ഞങ്ങള് ബോട്ടിൽ 3-4 പേര് 5 പേര് കൂടിങ്ങാട്ട് ചാടിങ്ങാട്ട് രക്ഷാപ്രവർത്തനം നടത്തി. കവരത്തിയിൽ നിന്ന് ബേപ്പൂരിലേക്ക് ചരക്കുമായി പോയ സാഗർ യുവരാജ് എന്ന കപ്പലാണ് അപകടമുണ്ടാക്കിയത്. കപ്പൽ ചാൽ മാറിക്കടന്നാണോ കപ്പൽ എത്തിയതെന്ന് പരിശോധിക്കണമെന്ന് NK അക്ബർ MLA ആവശ്യപ്പെട്ടു. യഥാർത്ഥത്തിൽ കപ്പൽ ചാല് അതിൻ്റെ റൂട്ട് വയലേറ്റ് നടത്തിയത് കൊണ്ടാണ് ഈ അപകടം ഉണ്ടായെന്നുള്ളതാണ് ഒരു നിഗമനമുള്ളത്. അത് പരിശോധിക്കേണ്ടി വരും. അവരുടെ ഭാഗത്താണ് തെറ്റുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടി വരും. അപ്പോൾ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനും അപകടം സംഭവിച്ച മത്സ്യത്തൊഴിലാളികൾക്കുള്ള ആവശ്യമായ എല്ലാ നഷ്ടപരിഹാരവും, അതുപോലെ തന്നെ മരണം സംഭവിച്ച 2 മത്സ്യത്തൊഴിലാളികളുണ്ട്, അവരുടെ കുടുംബത്തിനുള്ള പ്രത്യേക ആശ്വാസ നടപടികൾക്ക് വേണ്ടി ഫിഷറീസ് വകുപ്പ് മന്ത്രിയായി ബന്ധപ്പെട്ട് ആവശ്യമായ കാര്യങ്ങളെല്ലാം ചെയ്യും. കപ്പൽ ജീവനക്കാർക്കെതിരെ ചാവക്കാട് മുനക്കക്കടവ് കോസ്റ്റൽ പോലീസ് കേസെടുത്തു. അലക്ഷ്യമായി കപ്പൽ ഓടിച്ചതിനും ജീവഹാനി വരുത്തിയതിനും IPC 304, 337 വകുപ്പുകൾ പ്രകാരമാണ് കേസ്. ലക്ഷദ്വീപ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വാടകയ്ക്കെടുത്ത കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള കപ്പലാണ് സാഗർ യുവരാജ്. പൊന്നാനി അഴീക്കൽ സ്വദേശി നൈനാറിന്റെ ഉടമസ്ഥയിലുള്ളതാണ് ബോട്ട്. മത്സ്യബന്ധന ബോട്ടിനേക്കാൾ 2 ഇരട്ടിയിലധികം വലിപ്പമുള്ള കപ്പലാണ് ബോട്ടിനെ ഇടിച്ചിരിക്കുന്നത്. അലക്ഷ്യമായാണ് കപ്പൽ ഓടിച്ചതെങ്കിൽ ശക്തമായ നടപടി സ്വീകരിക്കണം. കാരണം പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്കും ഇവിടെ ജീവിക്കേണ്ടതുണ്ട്. സമീർ ബിൻ കരീം, 24, തിരൂർ. ഇനി കായംകുളത്തേക്ക്. ആലപ്പുഴ കായംകുളത്ത് കാറിലെ അഭ്യാസ പ്രകടനത്തിൽ 6 പേർക്ക് ശിക്ഷ നൽകി മോട്ടോർ വാഹന വകുപ്പ്. നല്ല നടപ്പിലുള്ള ക്ലാസും പാലിയേറ്റീവ് സെന്ററിൽ സാമൂഹിക സേവനവുമാണ് ശിക്ഷ. എടപ്പാളിലെ പരിശീലന കേന്ദ്രത്തിലാണ് നല്ല നടപ്പ് ക്ലാസ്. പ്രായപൂർത്തിയാകാത്ത ആളെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി. മനീഷ് മഹിവാൽ ചേരുന്നു ആലപ്പുഴയിൽ നിന്ന്. പറയൂ മനീഷ്, നേരത്തെയും ഇങ്ങനൊരു സംഭവം ഉണ്ടായല്ലോ, പറയൂ വിവരങ്ങൾ. SKN ശരിയാണ്, നേരത്തെ ഇങ്ങനൊരു സംഭവം ഉണ്ടായി. ഇതേ റോഡിൽ തന്നെ കഴിഞ്ഞ 1.5 ആഴ്ചയ്ക്ക് മുൻപ്, അതായത് കായംകുളം പുനലൂർ റോഡിലായിരുന്നു അഭ്യാസ പ്രകടനം നടത്തിയ 5 യുവാക്കൾക്കായിരുന്നു 7 ദിവസം
ഇതേ മാതൃകയിൽ തന്നെ സാമൂഹിക സേവനം ആദ്യം മണ്ടാനം മെഡിക്കൽ കോളേജിൽ 5 ദിവസവും 3 ദിവസം പത്തനാപുരത്തും ഗാന്ധി ഭവനിലും സമാനമായ രീതിയിലുള്ള സാമൂഹിക സേവനം അടക്കമുള്ള ശിക്ഷ നൽകിയിട്ടുള്ളത്. ഇത് കഴിഞ്ഞ ദിവസമാണ് ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:30 ഇതേ റോഡിൽ തന്നെ അഭ്യാസ പ്രകടനം നടത്തിയ 7 പേരെ കസ്റ്റഡി എടുത്തു. അതിൽ 6 പേര് പ്രായപൂർത്തിയായവരാണ്. അതും പ്രായപൂർത്തിയായെങ്കിൽ കൂടി 18നും 20 വയസ്സിനും ഇടയിൽ മാത്രം പ്രായമുള്ളവരാണ്. ഒരാൾക്ക് പ്രായപൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് ഈ 6 പേർക്കാണ് നല്ല നടപ്പും ക്ലാസും ഒപ്പം തന്നെ പാലിയേറ്റീവ് സെന്ററിൽ സാമൂഹിക സേവനവും ഒരുക്കിയിട്ടുള്ളത്. എടപ്പാളിലെ പരിശീലന കേന്ദ്രത്തിൽ റോഡ് സുരക്ഷ, ഡ്രൈവ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ, യാത്രക്കാരോട് കാണിക്കേണ്ട അനുകമ്പ എന്നിവയിൽ 3 ദിവസത്തെ ക്ലാസ് ഉണ്ട്. ഇതിനുശേഷം 5 ദിവസം കുറ്റിപ്പുറത്തെ പാലിയേറ്റീവ് സെന്ററിൽ സാമൂഹിക സേവനമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഒരു പിശക്, ഈ 6 പേരാണ് 18നും 20നും ഇടയിൽ പ്രായമുള്ളവർ. ഒരാൾ പ്രായപൂർത്തിയാകാത്ത ആളാണ്. ഇവരെ ശ്രദ്ധയിൽപ്പെട്ടത് ഇന്നലെ ഉച്ചയ്ക്ക് 2:30 ഇവർ ഈ അഭ്യാസ പ്രകടനം നടത്തിയത്. ഇവരുടെ പിന്നിൽ വന്ന വാഹനത്തിൽ നിന്നുള്ള ആളുകളാണ് അത് പകർത്തി ദൃശ്യങ്ങൾ RTO എൻഫോഴ്സ്മെന്റിന് അയച്ചു കൊടുക്കുകയും അവരാണ് ഇന്നലെ രാത്രിയിൽ തന്നെ ഓച്ചിറയിൽ വെച്ച് ഇവരെ എല്ലാവരെയും കസ്റ്റഡിയിൽ എടുക്കുകയും ഈ വാഹനം കസ്റ്റഡി എടുക്കുകയും വാഹനം ഓടിച്ച ആളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുക അടക്കമുള്ള നടപടികൾ എടുത്തത്. ഈ എന്തുകൊണ്ടാണ് കായംകുളം പുനലൂർ റോഡിൽ ഇത്തരത്തിലുള്ള അഭ്യാസ പ്രകടനങ്ങൾ യുവാക്കൾ നടത്തുന്നതെന്ന് RTO ഉദ്യോഗസ്ഥരോട് ചോദിച്ചപ്പോൾ അവിടെ ഈ ക്യാമറകൾ കുറവാണ്, അതുകൊണ്ടാണ് യുവാക്കൾ ആ പ്രദേശത്ത് കൂടുതലായി ഈ രീതിയിലുള്ള അഭ്യാസ പ്രകടനം നടത്തുന്നതെന്ന് അറിയിച്ചു. അതുകൊണ്ട് ആ പ്രദേശങ്ങളിൽ കൂടുതൽ ക്യാമറ കൂടി ഘടിപ്പിക്കാനും വിന്യസിപ്പിക്കാനും കൂടി തീരുമാനമായിട്ടുണ്ട്. SK. ഓക്കെ, താങ്ക് യു മനീഷ് മഹിപാൽ. എന്തായാലും അവിടെ ക്യാമറ കുറവാണ്. ഈ ചെറുപ്പക്കാരെ ഇതിനൊക്കെ പ്രേരിപ്പിക്കുന്നെങ്കിൽ അവിടെ ക്യാമറ കൂട്ടണം. മാത്രമല്ല, ഈ മാതൃകാപരമായ ശിക്ഷയാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് കൊടുക്കുന്നത്. അവരൊരു സാമൂഹ്യ സേവനം ചെയ്യട്ടെ, എന്നാലെങ്കിലും ഈ തിളപ്പ് കുറച്ച് കുറയട്ടെ. അതല്ലേ നമുക്ക് പറയാൻ പറ്റൂ. ഇനി നാടൊന്നടങ്കം ഞെട്ടിയ ഒരു മരണവാർത്ത ഇന്ന് പുറത്തു വന്നു. മലപ്പുറം വളാഞ്ചേരിയിൽ നിന്നാണ് ഈ വാർത്ത വന്നത്. വളാഞ്ചേരി തിണ്ടലത്ത് കാർ ചെളിയിൽ കുടുങ്ങിയതിനെ തുടർന്ന് രോഗി ചികിത്സ കിട്ടാതെ മരിച്ചു. നെഞ്ചുവേദന വന്ന രോഗിയുമായി പോയ കാറാണ് ചെളി നിറഞ്ഞ പാതയിൽ കുടുങ്ങിപ്പോയത്. ഞെട്ടിക്കുന്ന വസ്തുത എന്തെന്നാൽ ദേശീയപാത നിർമ്മാണത്തിൻ്റെ ഭാഗമായി കുന്നിടിച്ചതിനെ തുടർന്നുണ്ടായ ചെളിക്കെട്ടിൽ കുടുങ്ങിയാണ് ഈ അപകടം വന്നത്. ദേശീയപാതയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി വളാഞ്ചേരി കരേക്കാട് ഭാഗത്ത് വലിയ അളവിലാണ് കുന്നിടിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ മഴയിൽ കുന്നിന് മുകളിൽ നിന്നും ചെളിയും വെള്ളവും എല്ലാം തന്നെ റോഡിലേക്ക് വലിയ അളവിൽ ഒഴുകി വരുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനു പിന്നാലെ റോഡിൽ വലിയ അളവിൽ ചളി രൂപപ്പെട്ടു. പിന്നീട് വാഹനങ്ങൾക്ക് ഇതുവഴി കടന്നു പോകാൻ കഴിയാത്ത രീതിയിലായിരുന്നു അവസ്ഥ. ഇതുവഴി രോഗിയുമായി വന്ന കാർ ഇവിടെ ചെളിയിലകപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയാതെ രോഗി മരിച്ചു എന്നുള്ളതാണ്. കേരേക്കാട് വടക്കുംപുറം മേഖലയിൽ കുന്നിടിച്ച ഭാഗത്തെ മണ്ണാണ് മഴയിൽ റോഡ് ചെളിക്കുളമാക്കിയത്. കരേക്കാട് റോഡിലേക്ക് ഒഴുകിയ മണ്ണിൽ കുടുങ്ങിയാണ് കാർ നിന്നത്. കാറിൽ നെഞ്ചുവേദന അനുഭവപ്പെട്ട രോഗിയാണ് ഉണ്ടായിരുന്നത്. ആശുപത്രിയിലേക്ക് പോകാനാവാതെ വാഹനം ചെളിയിൽ കുടുങ്ങി. ഏറെ നേരമാണ് വാഹനം ഇവിടെ കിടന്നത്. ഇതോടെ കാറിലുണ്ടായിരുന്ന രോഗിയായ കരേക്കാട് സ്വദേശി ലാലി എന്ന സൈതാലി ചികിത്സ ലഭിക്കാത്തതിനാൽ മരിച്ചു. ഇതിന്റെ മുമ്പേ ഇത് ഇവിടുന്ന് മണ്ണെടുത്തിരുന്നു. മണ്ണെടുത്ത് ഞങ്ങൾ അതേപോലെ ഞങ്ങൾ ജിയോളജി വകുപ്പിലൊക്കെ പോയിട്ട് ഇത് ബ്ലോക്ക് ചെയ്തായിരുന്നു. അപ്പോൾ വീണ്ടും ഇപ്പോൾ അയാളൊരു ഇതുപോലെ വാശി പോലെ പിന്നെ ഇതിപ്പോൾ KNRCക്ക് കൊടുത്തു. നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്നുള്ള ഒരു ഇത് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ അത് അനധികൃതമായിട്ട് തന്നെ വേണമെങ്കിൽ പറയാം. സംഭവം അറിഞ്ഞെത്തിയ നാട്ടുകാർ ചേർന്ന് വാഹനത്തിൽ നിന്ന് സൈതാലിയെ പുറത്തെടുത്ത മറ്റൊരു വാഹനത്തിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇത്തരത്തിൽ നിരവധി വാഹനങ്ങളാണ് പാതയിൽ കുടുങ്ങിയത്. ചില ബൈക്ക് യാത്രക്കാർ തെന്നി വീഴുകയും ചെയ്തു. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും സംഭവ സ്ഥലത്ത് പോലീസ് എത്താത്തത് പ്രതിഷേധത്തിനിടയാക്കി. യാതൊരു മുൻകരുതലുമില്ലാതെയാണ് പ്രദേശത്ത് മണ്ണെടുപ്പ് നടത്തിയതെന്നാണ് ആക്ഷേപം. ഈ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി കരാർ കമ്പനിയുടെ അനാസ്ഥ മൂലം നിരവധി അപകടങ്ങളാണ് ദേശീയപാതയോരത്ത് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരു ജീവൻ പൊലിഞ്ഞു എന്ന് മാത്രം. ഒരു ജീവൻ പൊലിയേണ്ടി വന്നു ഇവർക്ക് ഈ റോഡിലുള്ള ചെളിയെല്ലാം തന്നെ നീക്കം ചെയ്യാൻ. സമീർ ബിൻ കരീം, 24, തിരൂർ. പൊതുജനം കഴുതയല്ല സാർ. ശ്രീനാഥ് ചന്ദ്രൻ ഇപ്പോൾ ഒരു കാര്യം അറിയിക്കുന്നു. മുംബൈ എയർപോർട്ടിൻ്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. അത് പുനരാരംഭിച്ചു. ചില വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു എന്നാണ് ശ്രീനാഥ് ചന്ദ്രൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. 15 സർവീസുകളാണ് വഴിതിരിച്ചുവിട്ടത്. നേരത്തെ കാഴ്ച പരിമിതി ഉണ്ട്, കാണാൻ കഴിയുന്നില്ല. അത് കാരണമാണ്
വിമാനത്തിൻ്റെ എയർപോർട്ടിൻ്റെ സർവീസ് നിർത്തിവെച്ചത്. ഇപ്പോൾ അത് പുനരാരംഭിച്ചു എന്ന വാർത്തയാണ് ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ കാറ് ചെളിയിൽ കുരുങ്ങിപ്പോയ സംഭവം ഒറ്റപ്പെട്ട സംഭവം എന്ന നിലയിൽ തള്ളിക്കളയാനാകില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. കരാർ കമ്പനിയുടെ അനാസ്ഥ കൊണ്ട് നിരവധി അപകടങ്ങൾ പാതയിൽ ഉണ്ടാകുന്നു. നാട്ടുകാർ ഇതിനെക്കുറിച്ച് ശക്തമായി പ്രതികരിക്കുന്നു. ഈ വെള്ളം വരുന്നത് താഴത്തേക്കാണ്, പാടത്താണ്. അപ്പോൾ ഒരുപാട് 28ഓളം വീടുകളുണ്ട്, 150ഓളം ആളുകൾ താമസിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഈ മണ്ണെടുക്കുന്ന ഈ സ്ഥലത്തിൻ്റെ ഉടമ നാട്ടുകാരോടൊന്നും ഒരു പെർമിഷൻ ഒന്നും ചോദിച്ചിട്ടില്ല. ഇത് പിന്നെ അങ്ങനെ പൊതുവെ ഒരു ജലത്തിൻ്റെ സ്രോതസ്സുള്ള ഒരു ഏരിയയാണ്. അതിനൊക്കെ ശേഷം ഞങ്ങൾ നാട്ടുകാർക്ക് പ്രതിഷേധം ഉണ്ടായിരുന്നു. അതിപ്പോൾ ഇങ്ങനെ അപകടത്തിൽ ഒരു ഹേതു എന്നുള്ള സങ്കടമുണ്ട്. ചന്ദ്രൻ ബി ചോദിക്കുന്നു, SK നല്ല നെഞ്ചുവേദന അനുഭവപ്പെടുന്നു, തട്ടിപ്പോകുമോ എന്ന് ചോദിക്കുന്നു. ചന്ദ്രൻ, നെഞ്ചുവേദന അനുഭവപ്പെട്ടാൽ ഡോക്ടറെ കാണണം, അല്ലാതെ നമ്മൾ സ്വയം ഒരു തീരുമാനം എടുക്കരുത്. നമ്മളതിൻ്റെ വൈദഗ്ധ്യമുള്ള ആൾക്കാരല്ലല്ലോ. ഇപ്പം തന്നെ താങ്കളൊരു ഡോക്ടറെ കാണൂ. മറ്റൊരു വാർത്തയിലേക്ക്. 2 കോടി രൂപയുടെ ഒരു പ്ലാസ്റ്റിക് സംഭരണ കേന്ദ്രമുണ്ട് ആലപ്പുഴ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത്. ഇത്രയും വിലപിടിപ്പുള്ള സംഭരണ കേന്ദ്രമെന്ന് കേൾക്കുമ്പോൾ തെല്ലൊരു അത്ഭുതം തോന്നുന്നില്ലേ പ്രേക്ഷകർക്ക്? എന്നാൽ ആലപ്പുഴക്കാർക്ക് ഇതൊരു അഴിമതി സ്മാരകമാണ്. 15 കൊല്ലങ്ങൾക്ക് മുമ്പ് കോടികൾ മുടക്കി പണിത ആധുനിക അറവുശാലയാണ് ഇന്ന് ഹരിതകർമ്മസേനയുടെ പ്ലാസ്റ്റിക് സംഭരണ കേന്ദ്രം മാത്രമായി പ്രവർത്തിക്കുന്നത്. 15 വർഷങ്ങൾക്ക് മുൻപ് 2 കോടി രൂപ ചെലവാക്കി നിർമ്മിച്ച ആധുനിക അറവുശാല 2 ആഴ്ച പോലും പ്രവർത്തിച്ചില്ല. പിന്നീട് ഇത് പ്ലാസ്റ്റിക് സംഭരണ കേന്ദ്രമായി. ഇത്രയും രൂപ മുടക്കി ഒരു പ്ലാസ്റ്റിക് സംഭരണ കേന്ദ്രം വേണോ എന്ന ചോദ്യത്തിന് ഒന്നിനും കൊള്ളാത്ത ഒരു അറവുശാല ഇങ്ങനെയെങ്കിലും പ്രയോജനപ്പെടട്ടെ എന്ന മറുപടിയാണ് ഭരണക്കാർക്കുള്ളത്. ൽ നിർമ്മിച്ചതാണ് ആലപ്പുഴ വഴിച്ചേരിയിലെ അറവുശാല. കശാപ്പിന് ഏകീകൃതവും വൃത്തിയായതുമായ അന്തരീക്ഷം ഉറപ്പിക്കൽ, അറവു മൃഗത്തിന്റെ ആരോഗ്യം പരിശോധിക്കാൻ മൃഗ ഡോക്ടറുടെ സേവനം, മാലിന്യ സംസ്കരണത്തിന് ആധുനിക സംവിധാനം എന്നിവയുണ്ടാകുമെന്ന് പറഞ്ഞായിരുന്നു നിർമ്മാണം. എന്നാൽ പണിയുടെ മിടുക്കുകൊണ്ട് ഇവിടെ അറവ് നടത്തേണ്ടി വന്നില്ല. അഴിമതിയിൽ സംവിധാനങ്ങളിലെല്ലാം വെള്ളം ചേർത്തു. ആലപ്പുഴ നഗരത്തിൽ ഇത്തരം സ്മാരകങ്ങൾ ഒത്തിരിയുണ്ട്. അതിലെ ഒന്ന് മാത്രമാണ് ഈ അറവുശാല എന്ന് പറയുന്നത്. കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ കൊണ്ടുവരിക, ആ പദ്ധതികളൊന്നും തന്നെ പ്രാവർത്തികമാക്കാതെ അതിൻ്റെ പണം അഴിമതി നടത്തി അതിൻ്റെ പണം എടുത്തിട്ടുള്ള ആളുകൾ ഇന്നും ഈ നാട്ടിൽ വിരസിക്കുമ്പോൾ ശരിക്കും യഥാർത്ഥത്തിൽ ആലപ്പുഴയിലെ ജനങ്ങളാണ് വിഡ്ഢികളാവുന്നത്. നഗരത്തിൽ ഒരിടത്തും മാന്യമായി അറവ് നടത്താൻ സംവിധാനമില്ല. അറവിന് ആധുനിക സംവിധാനം നഗരസഭകൾ ഉറപ്പാക്കണമെന്ന് സുപ്രീം കോടതി ഉത്തരവുണ്ടെങ്കിലും ആലപ്പുഴയിലെ അധികൃതർക്ക് ഇതൊന്നും ബാധകമല്ല. ഇപ്പോഴും പ്രാകൃത രീതിയിൽ അറവ് നടത്തി നാട്ടിൽ വിതരണം ചെയ്യുന്ന അവസ്ഥയാണ് ആലപ്പുഴ നഗരത്തിൽ. 150ഓളം അറവ് കേന്ദ്രങ്ങളാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത്. അറവ് മൃഗം രോഗം ബാധിച്ചതാണോ എന്ന് നോക്കാനും ആളില്ല. വൃത്തിയുള്ള അന്തരീക്ഷം പോലും മിക്ക അറവ് കേന്ദ്രത്തിലുമില്ല. ഇനി അറവുശാല ഇല്ലെങ്കിൽ വേണ്ട, നഗരഹൃദയത്തിലെ ഈ കണ്ണായ കേന്ദ്രം പ്ലാസ്റ്റിക് സംഭരണത്തിനല്ലാതെ മറ്റെന്തെങ്കിലും പദ്ധതികൾക്കായി ഉപയോഗിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 24 ആലപ്പുഴ. പൊതുജനം കഴുതയല്ല സാർ. പ്രവർത്തനരഹിതമായ ഒരു അറവുശാലയുടെ പേരിൽ പരസ്പരം കുറ്റം ചാരുകയാണ് LDF ഭരിക്കുന്ന ആലപ്പുഴ നഗരസഭയും MLA PP ചിത്തരഞ്ജനും. നോക്കാം ഈ വിഷയത്തിൽ ജനങ്ങൾക്ക് എന്താ പറയാനുള്ളത്. പ്ലാസ്റ്റിക് സംഭരണം ചെയ്യേണ്ട കാര്യമില്ല. അതിന് പകരം മറ്റെന്തെങ്കിലും നല്ല കാര്യത്തിന് പ്രയോജനപ്പെടുത്തുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. ആരും ഒന്നും ചെയ്യാതായി ഇങ്ങനെ പ്ലാസ്റ്റിക് സംഭരണമാക്കിയെടുത്തു. നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ ഒരു കെടുകാര്യസ്ഥതയെന്ന് എനിക്ക് പറയാനുള്ളൂ. അതിപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ സ്റ്റേഡിയം കിടപ്പുണ്ട്, അങ്ങനെ പല പല സാധനങ്ങൾ കിടപ്പുണ്ട്. ഇതൊക്കെ ഒരു അഴിമതിയാണ്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഇതിപ്പോൾ ഈ പ്ലാസ്റ്റിക് ഇങ്ങനെ കൂട്ടിയിടാനാണ് വേറെ എവിടെയെങ്കിലും സ്ഥലം ഉണ്ടായിരുന്നത്, അത് ചെയ്താൽ പോരാ. ഇത്രയും കോടിക്കണക്കിന് രൂപ മേടിച്ചിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ പരിപാടിയാണ്. എനിക്ക് അതെന്തോ ഇത് മൊത്തം ഉടായിപ്പാണ്. ശക്തമായ പൊടിക്കാറ്റിനെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവെച്ച മുംബൈ വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനം പുനരാരംഭിച്ചു. ഞാൻ അല്പം മുമ്പ് പറഞ്ഞതാണ്. 15 സർവീസുകൾ ഇപ്പോൾ വഴിതിരിച്ചു വിട്ടുവെന്ന് ഞങ്ങളുടെ മുംബൈ പ്രതിനിധി അറിയിക്കുന്നു. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്നും തത്സമയം ചേരുന്നു. ശ്രീനാഥ് ചന്ദ്രൻ, ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഫ്രം ദ എയർപോർട്ട്.
ഇപ്പോൾ വിമാനത്താവളത്തിന്റെ സർവീസ് ഏതാണ്ട് 2 മണിക്കൂറോളം നിർത്തിവെച്ചത് ഇപ്പോൾ പുനരാരംഭിക്കുകയാണ്. വിമാനങ്ങൾ ടേക്ക് ഓഫ് ചെയ്യുന്നതിനും ലാൻഡിംഗ് ചെയ്യുന്നതിനും ഇപ്പോൾ പ്രശ്നമില്ല. കാഴ്ചാപരിധി കുറഞ്ഞതിനെ തുടർന്നായിരുന്നു നിർത്തിവെച്ചത്. ഇതുമൂലം 15 സർവീസുകൾ വഴിതിരിച്ചു വിടേണ്ടി വന്നു എന്നാണ് വിമാനത്താവള അതോറിറ്റി നൽകുന്ന വിവരം. അതോടൊപ്പം തന്നെ പലയിടത്തും വ്യാപകമായി നഗരത്തിൽ പലയിടത്തും മരങ്ങൾ കടപുഴകി വീണും വലിയ കൂറ്റൻ പരസ്യ ബോർഡുകൾ വീണുമൊക്കെ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓരോയിടത്തെയും റിപ്പോർട്ടുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഘാട്ട്കോപ്പറിൽ കൂറ്റൻ ബോർഡ് വീണ് നിരവധി പേർക്ക് പരിക്കേറ്റതായാണ് വിവരം. വഡാലയിലും നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിലെ വലിയൊരു ഇരുമ്പ് സ്ട്രക്ചർ 10ഓളം വാഹനങ്ങൾക്ക് മുകളിലേക്ക് വീണു. അതിലൊരു വാഹനത്തിൽ കുടുങ്ങിയ ആളെ രക്ഷപ്പെടുത്തി പരിക്കുകളോടെ എന്നതാണ് അറിയാവുന്നത്. ഇയാളുടെ നില ഗുരുതരമാണ്. ട്രെയിൻ ഗതാഗതത്തെയും മുംബൈയിൽ ഇന്നത്തെ ഈ കനത്ത മഴയും പൊടിക്കാറ്റും കാര്യമായി ബാധിച്ചിരുന്നു. ലോക്കൽ ട്രെയിനുകൾ, സബർബൻ സർവീസുകൾ ഇപ്പോൾ വൈകി ഓടുകയാണ്. ഓക്കെ, താങ്ക് യു ശ്രീനാഥ് ചന്ദ്രൻ. മുംബൈയിൽ നിന്നാണ് ശ്രീനാഥ് ചന്ദ്രൻ നമുക്കൊപ്പം തത്സമയം ചേർന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. മറ്റൊരു സ്റ്റോറിയിലേക്ക് നമ്മൾ കടക്കുന്നു. കുറ്റകൃത്യങ്ങളുടെ വാർത്താലോകം, കേസ് ഡയറി. ടിക്കറ്റ് ഉണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ഒരു ട്രെയിനിലെ TTയുടെ പ്രധാനപ്പെട്ട ജോലി. അവരിൽ അർപ്പിതമായ കർത്തവ്യം നിർവഹിച്ചതിൻ്റെ പേരിൽ തല്ലുകൊള്ളേണ്ടി വരുന്നത് വളരെ സങ്കടകരമായ സാഹചര്യമാണ്. മാവലി എക്സ്പ്രസിൽ മർദ്ദനമേറ്റത് രാജസ്ഥാൻ സ്വദേശിയായ TTE വിക്രം കുമാർ മീണയ്ക്കാണ്. പ്രതി തിരുവനന്തപുരം സ്വദേശി സ്റ്റാൻലി ബോസും. ഈ കേസ് ഡയറി നമ്മൾ പരിശോധിക്കുന്നു. എറണാകുളം സ്വദേശിയായ TT വിനോദ് കുമാറിനെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് യാത്രക്കാരൻ കൊലപ്പെടുത്തിയത് ഇക്കഴിഞ്ഞ ഏപ്രിൽ 2-ന്. ആ നടുക്കം വിട്ടുമാറുന്നതിന് മുൻപാണ് ഓടുന്ന ട്രെയിനിൽ TTക്ക് നേരെ മറ്റൊരാക്രമണം. ഇവിടെയും യാത്രക്കാരനെ പ്രകോപിതനാക്കിയത് ടിക്കറ്റ് എവിടെയെന്ന ചോദ്യം. മംഗളൂരു തിരുവനന്തപുരം മാവേലി എക്സ്പ്രസിൽ കോഴിക്കോട് നിന്നാണ് മദ്യലഹരിയിലുള്ള യുവാവ് കയറുന്നത്. ടിക്കറ്റ് എടുക്കാതെ നേരെ റിസർവേഷൻ കമ്പാർട്ട്മെന്റിലേക്ക്. ട്രെയിൻ തിരൂർ സ്റ്റേഷനോട് അടുക്കുന്നതിന് തൊട്ടു മുൻപ് TT ഈ കമ്പാർട്ട്മെന്റിലേക്ക് എത്തി. യുവാവിനോട് ടിക്കറ്റ് ആവശ്യപ്പെട്ടു. എന്നാൽ ടിക്കറ്റ് കൈവശമില്ലാതിരുന്ന യുവാവ് TTയോട് തട്ടിക്കയറി. പിന്നാലെ മൂക്കിൽ ശക്തിയായി ഇടിച്ചു. कालीकट के बाद एक विदाउट टिकट पैसेंजर कोच के अंदर था. मैं उसको जनरल में जाने को बोला, गो टू जनरल कंपार्टमेंट बैक साइड. एक बार 2 बार मैं बहुत टाइम बोला, फिर भी नहीं गया. तो वो S9 में चला गया. फिर S9 में जाने के बाद फिर मैं दोबारा वो इनसाइड द कोच सीट में बैठा है. मैं फिर बोला उसको, तो वो पता नहीं क्या हुआ, उसको वो सडनली मेरा चेहरे पर मारा. ആക്രമണം നടത്തിയ തിരുവനന്തപുരം കരമന സ്വദേശി സ്റ്റാൻലി ബോസിനെ തിരൂരിൽ വെച്ച് തന്നെ പിടികൂടി. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, ആക്രമിച്ച് പരിക്കേൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പ് പ്രകാരം കേസെടുത്ത പോലീസ് സ്റ്റാൻലി ബോസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. തുടർന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പ്രതി മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. മൂക്കിന് ഗുരുതരമായി പരിക്കേറ്റ വിക്രം കുമാർ മീണ ഷൊർണൂരിലെ റെയിൽവേ ആശുപത്രിയിൽ ചികിത്സ തേടി. റെയിൽവേ ഉദ്യോഗസ്ഥർ പോലും ട്രെയിനിനകത്ത് സുരക്ഷിതരല്ലാത്തത് യാത്രക്കാരിലുണ്ടാക്കുന്ന ആശങ്ക ചെറുതല്ല. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നതിന് പിന്നിൽ റെയിൽവേ പോലീസിനും ഉത്തരവാദിത്തമുണ്ട്. എല്ലാ കമ്പാർട്ട്മെന്റുകളിലും സുരക്ഷ ഉറപ്പാക്കിയില്ലെങ്കിൽ റെയിൽവേ ഉദ്യോഗസ്ഥർക്കും യാത്രക്കാർക്കും നേരെയുള്ള ആക്രമണങ്ങൾ ആവർത്തിക്കാം. പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം അഭിജിത്ത് മുഴക്കുന്ന്, 24 കോഴിക്കോട്. ട്രെയിനിൽ പോകുന്ന TTക്ക് രക്ഷയില്ലെങ്കിൽ പിന്നെ അതിൽ സഞ്ചരിക്കുന്ന യാത്രക്കാർക്ക് എന്ത് സുരക്ഷ കിട്ടുമെന്ന് നിങ്ങൾ ആലോചിച്ചു പോയാൽ നിങ്ങളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. വിജയനെ പോലെ പല ആളുകളും രാവിലെ കണ്ടില്ലല്ലോ, എവിടെ പോയി? ഒരു മനുഷ്യനല്ലേ, എന്തെല്ലാം കാര്യങ്ങളാണ് ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ മറ്റൊരു കാര്യം, ഈ ആമിന പറയുന്നു, നമ്മുടെ ജില്ലാ സമ്മേളനം നടക്കില്ലേ, പ്രേക്ഷകരുടെ ജില്ലാ സമ്മേളനം, നമ്മുടെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ വിജയകരമായ നടത്തിപ്പിന് ശേഷം നമ്മളെല്ലാ ജില്ലകളിലും സമ്മേളനം നടത്തുകയാണ്. ഈ മെയ് അവസാന വാരം മലപ്പുറം ജില്ലയിൽ നടക്കും. അപ്പോൾ ഇതിൻ്റെ QR കോഡ് കാണിക്കണം. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇപ്പോൾ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ പോയാൽ നിങ്ങൾക്ക് എല്ലാ വിശദാംശങ്ങളും കിട്ടും. പിന്നെ നമ്മുടെ വെബ്സൈറ്റിലും ഒക്കെ ലഭ്യമാണ്. മോർണിംഗ് ഷോയിൽ നമ്മളിടയ്ക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കാണിച്ചു തരാം. തൊടുപുഴ ഇല്ലിച്ചാരിയിലെ നാട്ടുകാരുടെ ഉറക്കം കെട്ടിട്ട് കുറേ ദിവസങ്ങളായി. മേഖലയിൽ ഇറങ്ങിയ പുലിയെ പിടികൂടാൻ കഴിയാത്തത് മൂലം വീടിന് പുറത്തിറങ്ങാൻ പോലും അവിടുത്തെ നാട്ടുകാർ കഴിയുന്നില്ല. പുലിപ്പേടിയാണ്. പുലിയെ പിടികൂടാൻ 2 കൂട് സ്ഥാപിച്ചു, പക്ഷേ പ്രയോജനം ഉണ്ടായില്ല. ഇതുവരെ ഒന്നും സംഭവിച്ചില്ല. കൂട്ടിനകത്ത് പുലിയെ കിട്ടിയിട്ടില്ല. അതിനിടെ
കൂടുതലിടങ്ങളിൽ പുലിയെ കണ്ടതായി തെറ്റായ വിവരങ്ങൾ കൂടി ആളുകൾ പ്രചരിപ്പിക്കുന്നു. അത് കാണുമ്പോൾ കൂടുതൽ ഭീതിയിലാകും. വനം വകുപ്പിനെയും പ്രതിരോധത്തിലാക്കുന്നു ഈ വേണ്ടാത്ത പ്രചാരണങ്ങൾ. തൊടുപുഴ ഇല്ലിചാരി മേഖലയിൽ ഇറങ്ങിയ പുലിയെ പിടികൂടാൻ വേണ്ടി എനിക്ക് പിന്നിൽ കാണുന്ന ഈ കൂടുൾപ്പെടെ സ്ഥാപിച്ച് ആഴ്ചകളായി വനം വകുപ്പും നാട്ടുകാരും ഒക്കെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ തനിക്കെന്ത് കൂട് എന്നുള്ള മട്ടിൽ പുലി ഇങ്ങനെ ഈ നാട്ടിലൂടെ കറങ്ങി നടക്കുകയാണ്. തൊടുപുഴ നഗരത്തിൽ നിന്ന് 10 കിലോമീറ്റർ അകലെ മാത്രമാണ് പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചത്. മുമ്പൊരിക്കലും ഇവിടെ പുലി എത്തിയിട്ടില്ല. വനംവകുപ്പ് സ്ഥാപിച്ച ക്യാമറ ട്രാപ്പിൽ പതിഞ്ഞ ചിത്രങ്ങളിലുള്ളത് പുലി തന്നെയെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. കരിങ്കുന്നം പഞ്ചായത്തിലെ ഇല്ലിച്ചാരിയിലാണ് പുലിയുടെ സാന്നിധ്യം ആദ്യം സ്ഥിരീകരിക്കുന്നത്. പിന്നീട് മുട്ടം പഞ്ചായത്തിലെ പലയിടങ്ങളിലും നാട്ടുകാർ പുലിയെ കണ്ടു. തൊടുപുഴ നഗരസഭാ പരിധിയിലും പുലിയുടെ സാന്നിധ്യമുണ്ടായതോടെ നാട്ടുകാരുടെ ആശങ്ക ഇരട്ടിയായി. കഴിഞ്ഞ 2 മാസത്തിനിടെ ഇരു പഞ്ചായത്തുകളിലുമായി 20ഓളം വളർത്തുമൃഗങ്ങളാണ് പുലിയുടെ ആക്രമണത്തിനിരയായത്. ഇതോടെയാണ് വനം വകുപ്പ് നിരീക്ഷണം ശക്തമാക്കിയത്. പുലിയെ പിടിക്കാൻ 2 സ്ഥലങ്ങളിലായി കൂടുൾപ്പെടെ സ്ഥാപിച്ചതോടെ ഇത് കാണാനായി എത്തുന്ന ആളുകളുടെ തിരക്കും വർദ്ധിച്ചു. പുലി കൂട്ടിലാകാത്തതിന് കാരണമായി പറയുന്നതും ഇതുതന്നെ. ഇതിനെ പിടിക്കണമെങ്കിൽ ആളുകളുടെ സഹായം വേണമെന്നും അതേ രീതിയിൽ നിങ്ങൾ ഈ പ്രദേശത്തു നിന്നൊക്കെ മാറി നിൽക്കണം. അതായത് ഇപ്പോൾ ഈ കൂട് വെച്ചെടുത്ത് രാത്രി പോലും കൂട് കാണാൻ ആളുകൾ വരുന്നുണ്ട്, ക്യാമറയിലെടുക്കാൻ ക്യാമറ അറ്റാക്ക് വരുന്നത്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കണമെന്നൊക്കെ പറഞ്ഞ് പിന്നെ ആവശ്യമില്ലാതെ ഭീതി കൊടുക്കരുത്, വ്യക്തമായി കാണുന്നവരത് വെച്ചൊക്കെ പറയാവുള്ളൂ പറഞ്ഞിട്ടുണ്ട്. ഏതാനും നാളുകൾക്ക് മുമ്പ് ഇല്ലിചാരിയിലുണ്ടായ അഗ്നിബാധയെ തുടർന്നാകാം പുലി ജനവാസ മേഖലയിൽ എത്തിയതെന്നാണ് വനം വകുപ്പിന്റെ വിശദീകരണം. പുലിയുടെ സാന്നിധ്യമുള്ളയിടങ്ങളിൽ 9 പേരടങ്ങുന്ന RRT ആണ് നിരീക്ഷണം നടത്തുന്നത്. എങ്കിലും ആളുകളുടെ ആശങ്ക അതേപടി തുടരുകയാണ്. പുലി ഇറങ്ങിയതെല്ലാം കണ്ടായിരുന്നോ? കണ്ടായിരുന്നു. പിന്നെ ചെറിയ പേടിയൊക്കെ ഉണ്ട്. ഞങ്ങൾക്കിപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് കളിക്കാനൊന്നും പറ്റുന്നില്ല. അപ്പം അതിൻ്റെ ഒരു ചെറിയ സങ്കടമൊക്കെ ഉണ്ട്. എങ്കിലും പുറത്തൊക്കെ ഇറങ്ങി ചെറുതായിട്ടൊക്കെ കളിക്കുന്നുണ്ട്. പുലി ഇറങ്ങിയതിന് പിന്നാലെ പുലർച്ചെയുള്ള ഈ റബ്ബർ വെട്ടൽ വരെ ഇവിടുത്തെ ആളുകൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ഇതിനിടയിൽ പുലി വരുന്നേ എന്ന ചില അനാവശ്യ പ്രചരണം കൂടി നടക്കുന്നത് കൂടുതൽ ഭയത്തിലാഴ്ത്തുകയാണ് ഈ നാട്ടുകാരെ. അതുകൂടി ഒഴിവാക്കപ്പെടേണ്ടതാണ്. ഹരീഷിനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ. രാഹുൽ വിജയൻ പ്രേക്ഷകരോട് പറഞ്ഞതുപോലെ അത്യന്തം ഭീതിജനകമായ ഒരു അന്തരീക്ഷം അവിടെ നിലനിൽക്കുന്നു. പുലി കൂട്ടിലാക്കാൻ വൈകുന്നതോടെ നാട്ടുകാരുടെ ആശങ്ക ഓരോ ദിവസവും കൂടി വരുന്നുവെന്നും നമ്മുടെ ബ്യൂറോയ്ക്ക് അഭിപ്രായമുണ്ട്. നോക്കാം അവരുടെ ചില പ്രതികരണങ്ങൾ. പുറത്തോട്ട് വൈകുന്നേരം സമയം സന്ധ്യ ആകാറാകുമ്പോഴത്തേനൊക്കെ ഇറങ്ങാൻ പേടിയാണ്. നല്ല പിള്ളേരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ഈ വഴി കൂടെ ഇറങ്ങി കളിക്കാനും ഇതൊക്കെ ഒരു ഭീതിയുണ്ട്. ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പേടിയാണ്. സന്ധ്യ പകലൊക്കെ ഞങ്ങൾ വാതിലൊക്കെ അടച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി കൂട്ടെടുത്തോണ്ട് പോവുമോ, ക്യാമറ കൊണ്ടുപോകുന്നൊക്കെ ഒരു പേടിയുണ്ട് കൂട്ടി വരാത്തത് കൊണ്ട്. ട്രയാങ്കിൾ രീതിയിലായിരുന്നു. ഒരാൾ ഇവിടെ കാണുന്നു, അതേ സമയത്ത് തന്നെ വേറൊരാൾ വേറൊരു സ്ഥലത്ത് കാണുന്നു. അങ്ങനെ ഭയങ്കര ഒരു ബഹളമായിരുന്നു. വെള്ളം കുടിക്കാനൊക്കെ പല സ്ഥലത്ത് ചെന്നു, കാൽപ്പാട് കാണുന്നുണ്ട് എന്നൊക്കെയുള്ള ഒരു ഇതുണ്ട്. ഇതിനിപ്പോൾ ആവശ്യത്തിന് മിച്ചം ഭക്ഷണമുണ്ട്. പിന്നെ പിടിക്കുന്നത് മിക്കവാറും പട്ടികളെ തന്നെയാണ് പിടിക്കുന്നത്. വളർത്തുമൃഗങ്ങളെ ആണെങ്കിലും ആദ്യമേ 1-2 പ്രാവശ്യം ഉപദ്രവിച്ചല്ലാതെ പിന്നീട് ഉപദ്രവിച്ചായിട്ടൊന്നും അറിവില്ല. പട്ടി, കുറുക്കന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇനിയും വളർത്തുമൃഗങ്ങളെ ഉപദ്രവിക്കാനായിട്ട് വരും. ചില പ്രേക്ഷകരൊക്കെ ഒറ്റയ്ക്കും തട്ടിക്കൊക്കെ ആവശ്യപ്പെടുന്ന ഈ ജില്ലാ സമ്മേളനത്തിൻ്റെ ഡീറ്റെയിൽസ് അപ്പോൾ നിങ്ങൾ വിളിക്കേണ്ട നമ്പറൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം. സ്ക്രീനിൽ പെട്ടെന്ന് വേണമെങ്കിൽ സ്ക്രീനിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചോളൂ. ഇതാണ് അതിൻ്റെ ജില്ലാ സമ്മേളനത്തിൻ്റെ വിശദാംശങ്ങൾ. പ്രേക്ഷകരുടെ ജില്ലാ സമ്മേളനമാണ്. നമ്മൾ ഈ എല്ലാ ജില്ലകളിലും ജില്ലാ സമ്മേളനം ഉണ്ടാകുന്നു. നമ്മുടെ പ്രേക്ഷകരും നമ്മുടെ അവതാരകരും നേരിട്ട് കണ്ടുമുട്ടുന്ന അപൂർവമായ നിമിഷമായിരിക്കും അത്. ഇനി ഇമെയിൽ ID ഉണ്ട് 24connect@24news.com എന്ന ഇമെയിൽ IDയിലും നിങ്ങൾ കാര്യങ്ങൾ അയക്കാം. അതുപോലെ 2 മൊബൈൽ നമ്പറുണ്ട്. ഈ നമ്പർ 8 മണി മുതൽ 8 മണി വരെ പ്രവർത്തനക്ഷമമായിരിക്കും. രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ. അപ്പോൾ നമ്മുടെ സംസ്ഥാന സമ്മേളനം വിജയിപ്പിച്ചതുപോലെ ജില്ലാ സമ്മേളനം നമുക്ക് പൊടി പൊടിക്കണം. ഇത്തവണ ഒരു മാറ്റമുള്ളത് കൂടുതൽ പ്രേക്ഷകരും അതുപോലെ നമ്മുടെ അവതാരകരും തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ ആയിരിക്കും കൂടുതൽ പ്രാധാന്യം നമ്മൾ ഇത്തവണ കൊടുക്കുക. അവരുടെ കാര്യങ്ങൾ അറിയാനും അവരുടെ ആത്മാവിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ ഈ ജില്ലാ സമ്മേളനം ഉപകരിക്കും. അതുകൂടാതെ ഈ 24 കണക്ട് വഴി നമുക്ക് എങ്ങനെ ആളുകളെ കൂടുതൽ സഹായിക്കാം എന്നുള്ളതും അതുപോലെ നമ്മുടെ ഭവന പദ്ധതിയും ഒക്കെ തന്നെ പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കാൻ നമ്മൾ ഈ സമയം ഉപയോഗിക്കും.
ഇനി മറ്റു സ്റ്റോറിയിലേക്ക്. യാത്രക്കാർക്ക് തണൽ നൽകേണ്ട ഒരു റെയിൽവേ സ്റ്റേഷൻ സാമൂഹ്യ വിരുദ്ധർക്ക് തണലേക്കിയാലോ? ഞാൻ പറയുന്ന കഥ കാടുപിടിച്ച തൃശ്ശൂർ അമലനഗർ റെയിൽവേ സ്റ്റേഷനെ കുറിച്ചാണ്. സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടമാണ് ഇവിടെ എന്നാണ് നമ്മുടെ ബ്യൂറോ പറയുന്നത്. 1/4 നൂറ്റാണ്ട് മുമ്പ് റെയിൽവേ സ്റ്റേഷൻ യാഥാർത്ഥ്യമായപ്പോൾ യാത്രാ ദുരിതമെല്ലാം തീർന്നു എന്ന പ്രതീക്ഷയിലായിരുന്നു ആളുകൾ. എന്നാൽ റെയിൽവേ സ്റ്റോപ്പ് നിർത്തലാക്കിയതോടെ പ്രശ്നം കൂടുതൽ വഷളായി. സ്വപ്ന പദ്ധതിയായി തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് ട്രെയിൻ സർവീസ് ആരംഭിക്കുന്ന വേളയിലാണ് ഇക്കാണുന്ന അമലാനഗർ റെയിൽവേ സ്റ്റേഷൻ രൂപീകരിക്കുന്നത്. പൂങ്കുന്നത്തിനും ഗുരുവായൂരിനുമിടയിലെ ഏക സ്റ്റോപ്പ്. അമലാനഗർ മെഡിക്കൽ കോളേജിലെത്തുന്ന രോഗികൾക്കും നാട്ടുകാർക്കും ഒരുപോലെ ആശ്വാസകരം. പക്ഷേ ആളില്ലെന്ന കാരണത്താൽ സ്റ്റേഷൻ പൂട്ടി. റെയിൽവേയുടെ ഇരുട്ടടി. പൂപ്പൽ പിടിച്ചു തുടങ്ങിയ ചുവരുകൾ, കെട്ടിടത്തിന് മുകളിലേക്ക് എപ്പോൾ വേണമെങ്കിലും വീഴാവുന്ന നിലയിൽ ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ, കാടുമൂടിയ പരിസരം. ഉദ്ഘാടനം കഴിഞ്ഞ് 2ാം വർഷം അടച്ച തൃശൂർ അമലാനഗർ റെയിൽവേ സ്റ്റേഷൻ ഇന്ന് നാശത്തിന്റെ വക്കിലാണ്. ഏറെ ഉപകാരപ്രദമായിരുന്ന റെയിൽവേ സ്റ്റേഷൻ പുനഃസ്ഥാപിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് 25 വർഷത്തെ പഴക്കമുണ്ട്. കൂടുതൽ പാസഞ്ചർ ട്രെയിനുകൾ, യാത്രക്കാർ, അതായിരുന്നു അമലാനഗർ റെയിൽവേ സ്റ്റേഷന്റെ സ്വപ്നം. 2.5 പതിറ്റാണ്ട് മുമ്പ് ആ സ്വപ്നം യാഥാർത്ഥ്യമായെങ്കിലും ഇന്ന് സ്ഥിതി ഇങ്ങനെയൊക്കെയാണ്. രണ്ടു വർഷത്തോളം പ്രവർത്തിച്ചിട്ടും സ്റ്റേഷൻ ലാഭമല്ലായിരുന്നുവെന്നാണ് റെയിൽവേയുടെ വിശദീകരണം. ഇന്ന് കാടുമൂടി അജ്ഞാതമായി നിൽക്കുന്നുണ്ട് അമലാനഗർ റെയിൽവേ സ്റ്റേഷൻ. 1 വർഷം മുമ്പ് സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമും പൊളിച്ചു നീക്കി. പാളത്തിന്റെ അറ്റകുറ്റപ്പണിക്ക് വേണ്ടിയായിരുന്നു പ്ലാറ്റ്ഫോം പൊളിച്ചത്. ഇതോടെ സ്റ്റേഷന്റെ പുനഃപ്രവർത്തനം എന്നേക്കുമായി ഇരുളടയുകയായിരുന്നു. നല്ല ഉപകാരം അത്. ഇവിടെ കണ്ടമാനം ആൾക്കാർ ഗുരുവായൂർക്ക് ചില നേരത്തെ ബസ് കിട്ടാതെയും ഇതായിട്ടൊക്കെ കാത്തു നിൽക്കാറുണ്ട്. വെറുതെ ഒരു അവതാളത്തിലാക്കിയതാ റെയിൽവേ സ്റ്റേഷൻ. അടിപൊളിയായിരുന്നു ആ സംഭവം. ആര് മുഖേനയാണ് എന്താണെന്നുള്ളത് അറിയില്ല. ഇപ്പോഴും റെയിൽവേ സ്റ്റേഷനിൽ അവിടേക്ക് ആൾക്കാർ വന്നിട്ട്, ഞങ്ങളിപ്പോൾ ഓട്ടോ ഓടിക്കുന്നതല്ലേ, റെയിൽവേ സ്റ്റേഷൻ്റെ അവിടേക്ക് പോട്ടെ, എന്നിട്ട് ഒരു ദിവസം ഞാൻ നേരെ കൊണ്ടുപോയിട്ട് ഇവർക്ക് പിടിക്കാൻ വേണ്ടത്. ഞാൻ തൃശ്ശൂർക്ക് കൊണ്ടായി. സ്റ്റേഷൻ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട 1/4 നൂറ്റാണ്ട് കാലം നാട്ടുകാർ ഓഫീസുകൾ കയറിയിറങ്ങിയെങ്കിലും രക്ഷയുണ്ടായില്ല. സ്റ്റേഷൻ അനാഥമായി തന്നെ തുടർന്നു. പാസഞ്ചർ നിരക്ക് 10 രൂപയാക്കിയതോടെ തങ്ങളുടെ സ്റ്റേഷൻ പൂർവ്വസ്ഥിതിയിലാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വിദ്യാർത്ഥികൾക്കും മറ്റും ഏറെ ഉപകാരപ്രദമാകുന്ന അമലാനഗർ സ്റ്റേഷൻ പണ്ട് കണ്ട സ്വപ്നം പോലെയാകുമെന്ന കാത്തിരിപ്പിലാണ് നാട്ടുകാർ. സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമായപ്പോൾ യാത്രക്കാരെ സ്വീകരിക്കാനുള്ള ഇടമായതിന്റെ പ്രൗഢിയിൽ ഇന്നും തലയെടുപ്പോടെ നിൽക്കുന്നുണ്ട് അമലാനഗർ റെയിൽവേ സ്റ്റേഷൻ. പൊതുഗതാഗതത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഇക്കാലത്ത് അമലാനഗർ റെയിൽവേ സ്റ്റേഷൻ പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. തൃശ്ശൂരിൽ നിന്നും ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സിജി, 24. പൊതുജനം കഴുതയല്ല സാർ. വല്ലാത്ത ദുർഗതിയാണ് ഈ അമലാനഗർ റെയിൽവേ സ്റ്റേഷന്. ഇതിൻ്റെ പ്രവർത്തനം പുനഃസ്ഥാപിക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. എന്നാൽ അധികൃതർ നാട്ടുകാരുടെ ആവശ്യത്തോട് മുഖം തിരിഞ്ഞ് നിൽക്കുകയാണ്. ഒരു തരത്തിലുള്ള ഇടപെടലുകൾക്കും ഈ സ്റ്റേഷൻ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്നില്ല. എന്തായാലും ഈ സ്റ്റേഷൻ തുടങ്ങിയാൽ അത് ഗുണകരമാകുമെന്ന് ഓട്ടോറിക്ഷ ഡ്രൈവർ സാക്ഷ്യപ്പെടുത്തുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കണം. ഓർമ്മയിൽ റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ വഴിക്ക് അത് റെയിൽവേ മറ്റേ ടിക്കറ്റൊക്കെ കൊടുത്തിരുന്നു. പിന്നെ വേണ്ടത്ര യാത്രക്കാരില്ലാണ്ടാവും ചെയ്തു. അവർക്ക് മുതലാവേണ്ടി ഒന്നൊക്കെ പിന്നെ നിർത്തി. പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ടായിരുന്നേനെ, അതൊക്കെ പൊളിച്ചുകൊണ്ട് പോയി. ഇപ്പോൾ ഉപകാരമായിരിക്കും, വളരെയധികം ഉപകാരമുള്ള സംഭവം. അത് നിർത്തിയപ്പോൾ കണ്ടമാനം ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിരിക്കണം. ഗുരുവായൂർക്ക് പോകാനൊക്കെ ആയിട്ടേ, ഗുരുവായൂർക്കും അതുപോലെ തൃശ്ശൂർക്ക് പോകാനൊക്കെ ആയിട്ട് ഒരുപാട് ഉപകാരമുള്ള കാര്യമായിരുന്നു. ഞങ്ങൾക്ക് വളരെ ഉപകാരമാണ്. ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ വന്നാൽ ഞങ്ങൾക്ക് ഓട്ടമുണ്ടാവും, ഇവിടുത്തെ ജനങ്ങൾക്കും അത് ഉപകാരമുള്ളതാണ്. അടച്ചു പോയാൽ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. ഒപ്പം അവിടെ പോയി നോക്കി കുറേ നായ്ക്കൾ കൂട്ടം കൂടി കിടക്കുന്നുണ്ടാവും. അതുപോലെ ആയിട്ട് കാര്യമില്ല. നല്ല രീതിയിൽ ആൾക്കാരെ എല്ലാ സൗകര്യത്തോടും റെയിൽവേ സ്റ്റേഷനിൽ വരണം. പേരിന് തുറന്ന് ടിക്കറ്റ് കൊടുത്തുകൊണ്ട് കാര്യമില്ല. ഓക്കെ, എന്തായാലും ഈ റെയിൽവേ സ്റ്റേഷൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കട്ടെ. അമലാനഗറിലെ ഈ സ്റ്റേഷൻ ഉപയോഗിച്ചിരുന്ന ആളുകൾക്ക് ഒരു ഉപകാരമായി ഇത് വീണ്ടും തുറക്കട്ടെ എന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഇപ്പോൾ അഞ്ജന ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നു. ആമിനെയല്ല പറഞ്ഞത് QR കോഡൊക്കെ കാണിക്കാൻ, ഞാനാണ് പറഞ്ഞത്, അഞ്ജനയാണ് പറഞ്ഞത്, കണ്ണുപിടിച്ചില്ല എന്ന് മാത്രം. പ്രതികരണ വേദിയിലേക്ക് വീണ്ടും സ്വാഗതം. റീന സതീഷിൻ്റെ പരാതി പറഞ്ഞിരിക്കുന്നു. സംസ്ഥാന സമ്മേളനത്തിൽ ഈ ക്യാമറയുടെ സ്റ്റേജിൻ്റെ മുന്നിലേക്ക് ഇരുന്ന ആളുകളെയാണ് കൂടുതലും
ക്യാമറയിലൊക്കെ പതിഞ്ഞ് ജില്ലാ സമ്മേളനത്തിന് പറ്റാതെ എല്ലാ സൈഡിലേക്കും ക്യാമറ ചലിപ്പിക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. റീന സതീശൻ, നമ്മൾ വീട്ടിൽ നിന്ന് മുംബൈയിലേക്ക് പോകുന്നു. ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നു. കനത്ത മഴയിൽ മുംബൈയിലെ കാട്ട്കോപ്പറിൽ കൂറ്റൻ പരസ്യ ബോർഡ് നിലംപതിച്ചു. ആ വാർത്ത നേരത്തെ പറഞ്ഞതാണ്. 54 പേർക്ക് പരിക്കേറ്റു. അപ്പോൾ അറിയില്ലായിരുന്നു. പരസ്യ ബോർഡിനിടയിൽ നിരവധി ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. ദേശീയ ദുരന്ത നിവാരണ സേന അടക്കമുള്ള ആളുകൾ ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. ഇപ്പോൾ അവിടെ ശ്രീനാഥ് ചന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നു. പറയൂ ശ്രീനാഥ് ചന്ദ്രൻ, ഇത്ര വലിയൊരു അപകടമാണോ അവിടെ നടന്നത്? പരിക്കേറ്റ ആളുകളെ എണ്ണം സംബന്ധിച്ച് നേരത്തെ പല കണക്കുകൾ വന്നിരുന്നെങ്കിലും അതിനൊന്നും ഔദ്യോഗിക സ്വഭാവം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഔദ്യോഗിക കണക്കുകൾ വരുന്നു. ഏതാണ്ട് 54 പേർക്ക് ഇപ്പോൾ പരിക്കേറ്റിട്ടുണ്ട്. നിരവധി പേർ ഇനിയും അതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. വൈകിട്ട് 4:30യോടെയാണ് ഘാട്ട്കൂപ്പറിലെ ഛേഡ നഗറിൽ സെക്ടർ 3 പെട്രോൾ പമ്പിനോട് ചേർന്നുള്ള റോഡ് സൈഡിലെ കൂറ്റൻ പരസ്യ ബോർഡ് അത് ആളുകൾക്കിടയിൽ വാഹനങ്ങൾക്ക് മുകളിലേക്ക് പതിക്കുന്നത്. നിരവധി വാഹനങ്ങൾ തകർന്നിട്ടുണ്ട്. വാഹനങ്ങൾക്കുള്ളിൽ കുടുങ്ങിയവരെയും പുറത്തെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ NDRFന്റെ കൂടി സംഘം അവിടേക്ക് രക്ഷാദൌത്യത്തിനായി എത്തിയിട്ടുണ്ട്. ഇപ്പോൾ 51 പേരെ രാജേവാടി ആശുപത്രിയിലും 3 പേരെ HBT ആശുപത്രിയിലും എത്തിച്ചു എന്നതാണ് മനസ്സിലാക്കുന്നത്. രക്ഷാപ്രവർത്തനം ഇപ്പോഴും ഈ നിമിഷവും അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു ശ്രീനാഥ് ചന്ദ്രൻ. എന്തായാലും വലിയൊരു അപകടമാണ് അവിടെ നടന്നതെന്ന് മനസ്സിലാക്കുന്നു. റോഡുകളിലെ റണ്ണിംഗ് കോൺട്രാക്ട് പ്രവൃത്തി പരിശോധിക്കാൻ പ്രത്യേക സംഘത്തെ പൊതുമരാമത്ത് വകുപ്പ് നിയോഗിച്ചു എന്ന വാർത്ത വരുന്നുണ്ട്. IAS ഉദ്യോഗസ്ഥന്മാരും ചീഫ് എഞ്ചിനീയേഴ്സും അടങ്ങുന്ന സംഘം ഓരോ ജില്ലയിലുമെത്തി പുരോഗതി വിലയിരുത്തും. EV ജയശങ്കർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ജയശങ്കർ, വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഈ കാര്യത്തിൻ്റെ? ഈ മഴക്കാലവുമായി ബന്ധപ്പെട്ടാണ് റോഡുകളുടെ റണ്ണിംഗ് കോൺട്രാക്ട് പ്രവൃത്തി വിലയിരുത്താൻ മന്ത്രി മുഹമ്മദ് റിയാസ് നിർദ്ദേശം നൽകിയത്. IAS ഉദ്യോഗസ്ഥരും ചീഫ് എഞ്ചിനീയറും ഉൾപ്പെടുന്ന സംഘം ഓരോ ജില്ലകളിലും എത്തി ഈ റോഡുകളുടെ കോൺട്രാക്ട് പ്രവൃത്തി വിലയിരുത്തും. ഒപ്പം മഴക്കാലവുമായി ബന്ധപ്പെട്ട റോഡുകളുടെ അറ്റകുറ്റപ്പണി കൃത്യമായി പൂർത്തിയാക്കണമെന്ന മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അഴുക്കുചാലുകളുടെ ഉൾപ്പെടെ ക്രമീകരണം ഉറപ്പാക്കണം. ഒപ്പം ഈ റോഡുകളുടെ കുഴിയും മറ്റും നിലവിൽ കരാറുകൾ ഉള്ള റോഡുകളിൽ പ്രവൃത്തി നടക്കുന്ന റോഡുകളിൽ ബന്ധപ്പെട്ട കരാറുകാർ പൂർത്തിയാക്കണം. ഇന്ന് മഴക്കാലമായി ബന്ധപ്പെട്ട് അതിൻ്റെ മുന്നോടിയായി ബന്ധപ്പെട്ട മന്ത്രി ഒരു യോഗം വിളിച്ചിരുന്നു. പൊതുമരാമത്ത് വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരടങ്ങുന്ന യോഗമാണ് വിളിച്ചത്. ഈ യോഗത്തിലാണ് മന്ത്രി ഇത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ മഴക്കാലം വരുന്നതിന് മുമ്പ് റോഡുകൾ കൃത്യമായിരിക്കണം, റോഡുകളുടെ കുഴി അടയ്ക്കണം. ഒപ്പം നിലവിൽ പണി പുരോഗമിക്കുന്ന റോഡുകളുടെ പ്രവൃത്തി എത്രമാത്രം എത്തിയെന്നറിയുന്നതിനും മറ്റുമാണ് മന്ത്രി നിലവിൽ ഇത്തരത്തിലൊരു സമിതിയെ രൂപീകരിച്ചിരിക്കുന്നത്. എന്തായാലും മഴക്കാലം വരുന്ന ഒരു ഘട്ടത്തിൽ പല റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാവാനുള്ള സാഹചര്യമുണ്ട്. അത് തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മന്ത്രി മുൻകൂട്ടി യോഗം വിളിച്ച് കാര്യങ്ങൾ വിലയിരുത്താനുള്ള ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഓക്കെ, ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്ന്. EV ജയശങ്കറാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്. ഇനി കോഴിക്കോട് ജയിൽ വളപ്പിൽ ജീവനക്കാർക്ക് നേരെ അക്രമമുണ്ടായി. പുറത്തുനിന്നെത്തിയ 2 പേരാണ് അക്രമം നടത്തിയത്. ഇവരെ കസബ പോലീസ് സ്റ്റേഷൻ കസ്റ്റഡിയിലെടുത്തു എന്നും മനസ്സിലാക്കുന്നു. കോഴിക്കോട് നിന്ന് സമീർ C മുഹമ്മദ് നമുക്കൊപ്പം ചേരുന്നു. പറയൂ സമീർ, ഈ വാർത്തയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? 5 മണിയോട് കൂടെയാണ് ഈ അനിഷ്ട സംഭവം ഉണ്ടായിരിക്കുന്നത്. സന്ദർശന സമയം കഴിഞ്ഞ ഒരു പശ്ചാത്തലത്തിലാണ് 2 പേർ ഇവരുടെ പ്രതികളായിട്ടുള്ള ഇവരുടെ സുഹൃത്തുക്കളായ പ്രതികളെ കാണാൻ വേണ്ടി എത്തിയത്. ആ ഒരു പശ്ചാത്തലത്തിൽ കാണാൻ കഴിയില്ല, ഈ സന്ദർശന സമയം അതിക്രമിച്ചിരിക്കുന്നു, അതിനാൽ തന്നെ ജയിലിനകത്ത് കിടക്കുന്നവരെ കാണാൻ കഴിയില്ല എന്ന കാര്യമാണ് ജയിൽ ഉദ്യോഗസ്ഥർ അറിയിച്ചത്. ഇതേ തുടർന്ന് വാക്കേറ്റം ഉണ്ടാവുകയും അതിനിടയിലാണ് സംഘർഷം ഉണ്ടാവുകയും ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജയിൽ ഉദ്യോഗസ്ഥരായിട്ടുള്ള രഞ്ജിത്ത്, നിതിന്, പ്രദീപ് എന്നിവർക്ക് പരിക്കേറ്റിരിക്കുന്നു. ഒപ്പം തന്നെ ഈ അക്രമി സംഘത്തിൽപ്പെട്ട 2 പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. അജിത് വർഗീസ്, ദിൽഷാദ് എന്നിവർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇവർ നിരവധി കേസുകളിൽ പ്രതിയാണ് എന്ന കാര്യമാണ് ഇപ്പോൾ പോലീസിന് ലഭ്യമാകുന്ന വിവരം. ഏതായാലും ഈ 5 പേരും ചികിത്സ തേടിയിട്ടുണ്ട്. ജനറൽ ആശുപത്രിയിലും അതുപോലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുമാണ് ചികിത്സ തേടിയിരിക്കുന്നത്. ആക്രമിക്കാനെത്തിയ ഈ സംഘത്തിലെ 2 പേരെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കസബ പോലീസാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഏതായാലും ഈ 2 പേരുടെ അറസ്റ്റ് അധികം താമസിയാതെ തന്നെ രേഖപ്പെടുത്തും എന്ന കാര്യമാണ് പോലീസ് അറിയിക്കുന്നത്. ഓക്കെ, താങ്ക് യു സമീർ C മുഹമ്മദ്. മനീഷ് മഹിവാൽ ഒരു വാർത്ത അറിയിക്കുന്നു. ആശുപത്രിയുടെ ശുചിമുറിയിൽ കുളിക്കാൻ കയറിയ 10 വയസ്സുകാരിയെ കയറി പിടിക്കാൻ ശ്രമിച്ച യുവാവ് പോലീസ് കസ്റ്റഡിയിലായി. പുന്നപ്ര കപ്പക്കട പുള്ളിയിൽ അരുണിനെയാണ് അമ്പലപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ് ഈ സംഭവം നടന്നത്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രതികരണ വേദി അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നമ്മളെപ്പോഴും നെഗറ്റീവ് വാർത്തകൾ പ്രക്ഷേപണം ചെയ്യുന്നു എന്ന പല പ്രേക്ഷകരും നമ്മളെ നേരിട്ട് കാണുമ്പോഴൊക്കെ പരാതി പറയാറുണ്ട്. എന്നാൽ നമ്മളെ പ്രചോദിപ്പിക്കുന്ന പ്രകാശമാനമായ ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. അതിലൊരു വാർത്തയിലേക്കാണ് നമ്മൾ ഇനി കണ്ണാടി പിടിക്കുന്നത്. ബി പോസിറ്റീവ്. നെൽക്കതിരും മണികളുമെല്ലാം ചേർത്ത് വെച്ചുള്ള കതിർ കൂടുകൾ ഐശ്വര്യ സൂചകമായി വീടുകളിലും സ്ഥാപനങ്ങളിലുമൊക്കെ നമ്മൾ ചെയ്തു വയ്ക്കാറുണ്ട്.
എന്നാൽ കതിർക്കൂട് നിർമ്മാണം തലവര തന്നെ മാറ്റിയ ഒരു കുടുംബശ്രീക്കാരെ പരിചയപ്പെടണ്ടേ? പാലക്കാട് വടക്കഞ്ചേരിയിലാണ് ഇവരുള്ളത്. അവരെ പറ്റി ഒന്ന് അറിയാം. ിൽ ചെറിയ രീതിയിൽ തുടങ്ങിയതാണ് സംഗമം കുടുംബശ്രീയിലെ വനിതകൾ കതിർക്കൂട് നിർമ്മാണം. പ്രത്യേക പരിശീലനം കിട്ടിയ ഇവർ ഏറെ പഠനങ്ങൾക്കും ഗവേഷണങ്ങൾക്കും ശേഷമാണ് ഇവ നിർമ്മിച്ചു നൽകുന്നത്. നെൽക്കതിരുകൾ ശേഖരിച്ച് വെയിലത്തും മഞ്ഞത്തും പ്രത്യേകമിട്ട് ഉണക്കിയെടുത്താണ് കതിർക്കൂടുകളുടെ നിർമ്മാണം. അന്ന് ചെറിയ രീതിയിൽ തുടങ്ങിയ സംരംഭം ഇന്ന് കടൽ കടന്നും പ്രസിദ്ധമായി കഴിഞ്ഞു. എറണാകുളത്ത് നിന്ന് ഷേണായി പറഞ്ഞിട്ടൊരു ഒരാളെ കൂട്ടിയിട്ട് വന്ന് അവർ ഈ കതിർക്കൂട് നിർമ്മാണത്തെക്കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. പിന്നെ അവരൊരു 15 ദിവസം ഇവിടെ തന്നെ താമസിച്ച് ഞങ്ങൾക്ക് ഈ കതിർക്കൂട് നിർമ്മാണത്തിനെക്കുറിച്ച്, അതിനെ ഏത് കതിരെടുക്കണം, എങ്ങനെ മെടയണം എന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തരാൻ അവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും, ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും കതിർക്കൂട് നിർമ്മാണത്തെ പഠിച്ചു. അപ്പോൾ നോക്കിയപ്പോൾ നല്ലൊരു സംരംഭമായിരുന്നു. നടൻ മമ്മൂട്ടി വരെ ഇവരിൽ നിന്ന് കതിർക്കൂട് സ്വീകരിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് വീടിന്റെ ഐശ്വര്യത്തിനാണ് കതിർക്കൂട് തൂക്കിയിരുന്നതെങ്കിൽ ഇപ്പോൾ ആഡംബരത്തിന്റെ പ്രതീകം കൂടിയാണിവ. വിദേശത്തേക്കും പോകുന്നുണ്ട്. ദുബായിൽ, അമേരിക്കയ്ക്ക് കൊടുത്തയച്ചിട്ടുണ്ട്. ഓരോരുത്തരും ഇത് കണ്ടിട്ട് മന്ത്രിമാർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത് കൊടുത്തയച്ചിട്ടുണ്ട്. നമ്മുടെ ആക്ടർ ശ്രീ മമ്മൂട്ടി സാറിനൊക്കെ കൊടുത്തയച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഫോർ സോഷ്യൽ എംപവർമെന്റ് ഏർപ്പെടുത്തിയ മികച്ച പാരമ്പര്യ സംരംഭത്തിനുള്ള അവാർഡിനും തങ്ങളുടെ കതിർക്കൂട് നിർമ്മാണം അർഹമായതിന്റെ ത്രില്ലിലാണ് കുടുംബശ്രീയിലെ അമ്മമാർ. ഒരു മനുഷ്യായുസ് നിലനിൽക്കുന്നവയാണ് ഈ കതിർക്കൂടുകൾ എന്നാണ് പറയുന്നത്. സംഗതി ഹിറ്റായതോടെ വിദേശ രാജ്യങ്ങളിൽ വരെ കുടുംബശ്രീക്കാരുടെ ഈ കതിർക്കൂടിന് ഇപ്പോൾ ആവശ്യക്കാരുണ്ട്. അനൂപിനൊപ്പം നിഖിൽ പ്രമേഷ്, 24 പാലക്കാട്. കഴിയുന്നവരെല്ലാം ഒരു കതിർക്കൂട് വാങ്ങിച്ച് വീട്ടിൽ തൂക്കുക. ചിലപ്പോൾ ഐശ്വര്യം ഏത് വഴിയാണ് കയറി വരുന്നത് നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ. ഇനി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വ്യാജ വാർത്തകളെക്കുറിച്ച്. വ്യാജൻ ഹരിയാന മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ കർഷകർ ആക്രമണം നടത്തിയെന്ന തരത്തിലൊരു വീഡിയോ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നു. എന്തായിരിക്കും അതിൻ്റെ സത്യാവസ്ഥ? ഹരിയാന മുഖ്യമന്ത്രി നായബ് സിംഗ് സൈനി പങ്കെടുത്ത പരിപാടി അലങ്കോലമാക്കി കർഷകർ. അതിക്രമിച്ചു കയറി കണ്ണിൽ കണ്ടവരെയെല്ലാം ആക്രമിച്ചു. കർഷകരുടെ ആക്രമണം BJPക്ക് 400 സീറ്റുകൾ ലഭിക്കാനേ സഹായിക്കുകയുള്ളൂ. ഇത്തരത്തിലുള്ള അടിക്കുറിപ്പുകളോടെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ ആണ് കണ്ടത്. തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ BJP അനുകൂല ഹാൻഡിലുകൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട് ഈ വീഡിയോ. എന്നാൽ 24 ഫാക്ട് ചെക്ക് വിഭാഗം നടത്തിയ പരിശോധനയിൽ ഈ വീഡിയോ പഴയതെന്ന് കണ്ടെത്തി. 2021 കർഷക സമര സമയത്തെ വീഡിയോ ആണിത്. അന്ന് മനോഹർലാൽ ഖട്ടാറാണ് ഹരിയാന മുഖ്യമന്ത്രി. അന്നത്തെ ഒരു സംഭവമാണ് പുതിയതെന്ന വ്യാജേന ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത്. ഫാക്ട് ചെക്ക് ഡെസ്ക് 24. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നുണ്ട്. കരമന അഖിൽ കൊലക്കേസിൽ 2 പേർ കൂടി പിടിയിലായി. അരുൺ ബാബു, അഭിലാഷ് എന്നിവരെയാണ് പിടികൂടിയിരിക്കുന്നത്. അരുണിൻ്റെ വീട്ടിൽ വെച്ച പ്രതികൾ ഗൂഢാലോചന നടത്തിയെന്നാണ് പോലീസ് പറയുന്നത്. മുഴുവൻ പ്രതികളും ഇതോടെ പിടിയിലായതായി പോലീസ് പറയുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, തിരുവനന്തപുരത്ത് കരമനയിലാണ് വട്ടാപ്പകൽ ഈ കൊലപാതകം അരങ്ങേറിയത്. അഖിൽ എന്ന ചെറുപ്പക്കാരനെ വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തുകയായിരുന്നു. ഇനി നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാൻ സമയമാകുന്നു. ഈ പരിപാടി ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു.